ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വതെടുത്ത് മനസ്സിന് വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കാട്ടോ. എടി, നിന്റെ അമ്മയുടെ അച്ഛനടുത്ത് പറയടി, അവൾ ഇനി അന്വേഷിച്ചൊന്നും പോകണ്ടെന്ന്. അവൾ വേറെ ആരുടെങ്കിലും കൂടെ കയറിയിട്ട് താമസിച്ച് തുടങ്ങിയായിരിക്കും, ചേക്കേറി തുടങ്ങിയായിരിക്കും. അവളുടെ സ്വഭാവം അതാണല്ലോ. ദേ തള്ളു അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടി? കറിനൊടിച്ചും പൊട്ടിക്കുഞ്ഞ് എന്നാ പൊട്ടിക്കടി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ അഷിത. അപ്പോഴേക്കും നമ്മുടെ മനസ്സിലൂടെ കിളി പോണ പോലെ നിൽക്കുവാണ്. അഷിത പറയുന്നുണ്ട്, നോക്കിയോ, ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അഷിത അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മാഷിനെയാണ്. മാഷ് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാഷിന്റെ അടുത്ത് സെക്യൂരിറ്റി വന്ന് ചോദിക്കണ്ടേ, അല്ല മാഷെ, എന്താ ആലോചിച്ച് നടക്കുന്നത്? ഞാൻ നടന്നോ? ആ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഓ, അത് ഓർത്തില്ല, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. സാധാരണ മാഷിങ്ങനെ നടക്കാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി പോകുകയാണ്. അതിനുശേഷം വേറൊരു ഫ്ലാറ്റിലെ പുള്ളിക്കാരൻ വരുന്നുണ്ട്. ആ, മാഷോ, എന്താ മാഷ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കണത്? ഒന്നുമില്ലടോ, വെറുതെ നടക്കുമായിരുന്നു എന്ന് പറയാണ്. അല്ല, മാഷിന് എന്തോ വല്ലത് ടെൻഷൻ ഉണ്ടല്ലോ, എന്തോ വല്ലത് വിഷമം പോലെ തോന്നുന്നു. ഒന്നുമില്ലടോ എന്ന് പറയാണ്. അല്ല മാഷേ, ഇന്നലത്തെ സംഭവം ആലോചിച്ചിട്ടാണോ? ഇന്നലത്തെ സംഭവം എന്ത്? എല്ലാ റെസ്റ്റോറന്റിൽ ഇഷിതയും മഹേഷും പിന്നെ മഹേഷിന്റെ ആദ്യ ഭാര്യ ആ പെണ്ണും ഉണ്ടായിരുന്നു, ആ രചന, അവളുടെ കൂടെയുള്ള കാമുകൻ ആകാശ്, അവർ എത്രയും പേരുണ്ടായിരുന്നു. അവര് റെസ്റ്റോറന്റിൽ വെച്ച് എന്തോ കശപിശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ? ആ, അങ്ങനെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. ശരി എന്ന് പറയാണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് പോണ്ട്. മാഷ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടു പിന്നാലെ നമ്മുടെ രാമനാഥൻ വരുവാട്ടോ. മാഷെ എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് രാമനാഥൻ അടുത്ത് മാഷ് പറയുന്നുണ്ട്, എടോ, സത്യം പറ, എന്റെ മോള് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല മാഷെ, ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാണോ എന്റെ മോൾ ഇറങ്ങിപ്പോയത്? ഒരിക്കലും ഒരു സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ എന്റെ മോൾ ഇറങ്ങിപ്പോവില്ല. ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത്? എന്റെ മോളും മഹേഷും ചിപ്പിയും കൂടി ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു അവിടെ. അവിടെ എന്തിനാ ആകാശം രചനയും വന്നത്? എന്താ കാര്യം എന്ന് പറയുമ്പോ, മാഷെ, അതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് ഇന്നലെ ഒരു കുട്ടിയെടുത്ത് സോറി പറയാൻ വേണ്ടിട്ടാ മഹേഷ് ഐശ്വര്യനെ കൂട്ടിക്കൊണ്ട് പോയത്. സോറി എന്ന് പറഞ്ഞിട്ട് ലഘൂകരിക്കൊന്നും വേണ്ട രാമനാഥ, മാപ്പ് പറയിക്കാൻ എന്ന് പറഞ്ഞാ പോരെ? അതെ, മാപ്പ് പറയിക്കാൻ. അത് മഹേഷിന്റെ ആദ്യ മകനാണ്. ആദ്യ മകനോ? അതെ, മഹേഷിന് ചിപ്പില്ലാതെ ഒരു മകൻ കൂടിയുണ്ട് രചനയില്. അവനോട് സോറി പറയിപ്പിക്കാൻ വേണ്ടി പോയതാണ്. താൻ എന്തൊക്കെയോടോ രാമനാഥ പറയണത്? അപ്പൊ താൻ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? ഈശ്വര, എന്റെ മോനെ ചതിക്കുഴിയിലേക്കാണ് തള്ളി വിട്ടത്. ഒരു അടി വെച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ട് കൈ നിലത്തേക്ക് ഇടാണ്ടിട്ട് ഷർട്ടിനെ കയറി പിടിക്കുന്നുണ്ട്. എന്തിനാണ് രാമ ഞങ്ങൾ ഇങ്ങനെ ചതിച്ചത്? കല്യാണത്തിന് മുമ്പ് തനിക്ക് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയെങ്കിൽ എന്റെ മോൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായേനെ. കല്യാണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഓപ്ഷൻസ്. അതുപോലും താൻ നഷ്ടപ്പെടുത്തിയില്ലടോ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒന്നിനെ വെച്ചേക്കില്ല ഞാൻ. എന്റെ ആത്മബലവും ആത്മധൈര്യവും ഒക്കെ എന്റെ മോളാണോ എന്ന് പറയണം. മാഷെ, അത് വേണ്ട, ഒന്നും പറയണ്ട, രാമനാഥൻ പൊയ്ക്കോ എന്ന് മാഷ് പറയാണ്. അങ്ങനെ രാമനാഥൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. മഹേഷിനോട് സ്വപ്നവലി പറയണ്ട, മോനെ ഭക്ഷണം കഴിക്ക്. എനിക്ക് വേണ്ടമ്മേ. മോൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലല്ലോ, മോനെ ഇതിങ്ങനെ കഴിക്കേ. എനിക്ക് വേണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ രാമനാഥൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ. രാമനാഥൻ പറയേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. മാഷിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മാഷ് പൊട്ടിത്തെറിച്ചു. ആത്മബലം കൈവിടാതെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. ഒരു അച്ഛന മോളുള്ള സ്നേഹമാണ് ഞാനിപ്പോ കണ്ടത്. രാമനാഥൻ ചെറുതായിപ്പോയി, രാമനാഥൻ തോറ്റുപോയി സ്വപ്നവല്ലി എന്ന് പറയാണ്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, എന്നിട്ട് എന്തു പറഞ്ഞു? എന്നോട് പറഞ്ഞു, കല്യാണത്തിന് മുമ്പാണ് ഈ സത്യം പറഞ്ഞെങ്കിൽ മോൾക്ക് രണ്ട് ഓപ്ഷൻസ് എങ്ങനെ ഉണ്ടായേനെ, വേണോ വേണ്ടയോ വെക്കാനായിട്ട് കല്യാണം. അതെ, സത്യമല്ലേ പറഞ്ഞത് മാഷ്? നിങ്ങൾ രണ്ടും കൂടിയിട്ടാ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. കല്യാണത്തിന് മുമ്പ് നിങ്ങളല്ലേ കല്യാണം ഉറപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയത്. ഞാൻ ഒന്നിനും ഉണ്ടായില്ലല്ലോ. കല്യാണം നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ സത്യങ്ങളൊന്നും അവളോട് പറഞ്ഞില്ലായിരുന്നു. എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങൾ ചെയ്ത തെറ്റ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, ഇനി ചിപ്പിട നിലവിളിയും കരച്ചിലും മാത്രമേ ഈ വീട്ടിൽ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. മഹേഷ് എഴുന്നേറ്റ് പോയി കഴിയുമ്പോ തന്നെ നമ്മുടെ സ്വപ്നവര് പറയുന്നുണ്ട്, ആൺപിള്ളേരെക്കാൾ വളർത്തുന്ന സ്വാതന്ത്ര്യത്തെക്കാളും കൂടുതലാണ് പെൺപിള്ളേർക്ക് മാഷ് വളർത്തി വലുതാക്കിയ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ആ പിള്ളേർക്ക് മാഷിനോട് പ്രിയാമടുത്ത് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് മാഷിനെ വിട്ട് ഒരിക്കലും ഇഷിത പോവില്ല. അഥവാ അപ്പോഴേക്കും രാമനാഥൻ പറയണ്ട, അഥവാ ഇഷിത വന്നാലും ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലടോ, മാഷിന്റെ അടുത്തേക്ക് പോവുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ അവര് ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗമാണ് അടുത്തത് കാണിച്ചത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.
പ്രിയാമണി സുചിത്രടുത്ത് പറയുന്നുണ്ട്. എന്നാലും ഇഷിത എന്തായിരിക്കും പോയത്? ഇനി അവളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ സുചിത്ര പറയുന്നുണ്ട്, അല്ല എന്തോ സൗന്ദര്യപ്പിണക്കോണെന്നല്ലേ മഹേഷിന്റെ അച്ഛൻ പറഞ്ഞത്? ആ, അങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. സൗന്ദര്യപ്പിണക്കാവുമ്പോ ചേച്ചി പണി കൊടുക്കാൻ വേണ്ടി മാറി നിന്നതായിരിക്കും. ആരായാലും ഇതുപോലെ പണിയൊക്കെ കൊടുക്കില്ലേ ലേമേ? ഞാനാണെങ്കിലേ ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തിട്ടായിരിക്കും പോണത്. ആഹാ, അപ്പൊ നീ വിനോദിനെ മുട്ട് കൊത്തിക്കോ? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഇങ്ങനെ മിണ്ടാതിരിക്കാണ്. മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഷി എന്തായി? എടോ, ഇഷിതക്ക് കുഴപ്പമൊന്നുമില്ല. അവള് 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഇഷിത വിളിച്ചിരുന്നു. എന്നിട്ട് അവള് ഹോസ്പിറ്റലിലെ കേസിന് എന്തോ പുറത്തു പോയിരിക്കുക. വർമാജിയും കൂടെ തന്നെയുണ്ട്. ഹാവൂ, സമാധാനമായി. മാഷിനോട് ഇതാരാ പറഞ്ഞത്? എടോ, അവളിപ്പോ വിളിച്ചു വെച്ചേ ഉള്ളൂ. ഹോ, എന്തായാലും ആ കാര്യത്തിലൊരു സമാധാനായി. എന്നാ മഹേഷിനോട് കാര്യം പറഞ്ഞുകൂടായിരുന്നോ? പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് കയറി പോവാണ് പ്രിയാമണി. പ്രിയാമണി പോയി കഴിയുമ്പോഴേക്കും മാഷിനോട് സുചിത്ര പറയണ്ടേ, എളേച്ച ഈ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. സത്യം പറയാ ഇളയച്ച, എന്താ സംഭവിച്ചത്? അതെ, രാമനാഥൻ ഇപ്പൊ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ കുറച്ച് രഹസ്യം കൂടി എന്നോട് പറഞ്ഞു. രഹസ്യോ? എന്ത് രഹസ്യം? അത് മഹേഷിനും ചിപ്പി എന്ന് പറഞ്ഞ മോളല്ലാതെ അതിനു മുമ്പിൽ വേറൊരു മകനും കൂടിയുണ്ട്. മകനോ? എന്തൊക്കെയല്ലേ അച്ഛ പറയണത്? അതെ, ഒരു 10 വയസ്സുകാരൻ. അതിനെക്കുറിച്ചുള്ള സത്യം ഇഷിത അറിഞ്ഞിട്ടാണ് ഇഷിത പിണങ്ങിപ്പോയത്. ഓ, ഇതിപ്പോ വളരെ കഷ്ടമായി പോയല്ലേ അച്ഛ. ആ, പ്രിയാമണി എന്തായാലും സത്യങ്ങളൊന്നും അറിയണ്ട കേട്ടോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, ദേ മോള് വന്നു. ഇനി ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നൂടെ രണ്ടുപേർക്കും? ദേ ഞാൻ ഭക്ഷണം വിളമ്പാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ്. ശേഷം കാണിക്കുന്ന ചിപ്പിനെയാണ്. ചിപ്പി ഹോംവർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണ്ട്, ചിപ്പി മോളെ ഉറങ്ങണ്ടേ? ഞാൻ ഹോംവർക്ക് ചെയ്യാം, കഴിഞ്ഞില്ലേ? ആ, അതെ, അമ്മ പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ വന്നാലും ഹോംവർക്ക് ചെയ്യാതെ കിടന്ന് ഉറങ്ങരുത്. അമ്മ എല്ലാ കാര്യത്തിലും ഭയങ്കര പങ്ക്ച്വാലിറ്റി ഉള്ള കൂട്ടത്തിലാ. എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കണത് എന്ന് പറയാണ്. മോളെ എന്ന് പറയാണ്. മോളുടെ അമ്മ പോയതിനെ കാരണം ഞാനാണോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഡാഡി നല്ലത് തന്നെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യും. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്. എന്തിനാ ഡാഡി അമ്മയുടെ പറയാത്ത രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കണത്? ഒരു സീക്രട്ടും പാടില്ല. അതുകൊണ്ടല്ലേ അമ്മ പിണങ്ങി പോണത്. കഴിഞ്ഞ പ്രാവശ്യം ആ ചേട്ടന്റെ ബർത്ത്ഡേക്ക് പോയപ്പോ ഡാഡി കള്ളമായിട്ടല്ലേ കൂട്ടിക്കൊണ്ടു പോയത്. അതും അമ്മയടുത്ത് പറഞ്ഞിരുന്നില്ല. അതൊക്കെ തന്നെയാ അമ്മക്ക് ദേഷ്യം വന്നത്. ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ ചീത്തയാ. മോളെ, അത് മോളുടെ ചേട്ടനാ. എനിക്ക് വേണ്ട ആ ചേട്ടനാ. ബാഡ് ചേട്ടൻ. ആ ചേട്ടൻ എന്താ ചീത്താവാൻ കാരണമെന്ന് ഡാഡിക്ക് അറിയാവോ? എന്താ? ആ ചേട്ടനെ വളർത്തുന്നത് രചനാമ്മയാ. അതുകൊണ്ട് ആ ചേട്ടൻ ചീത്താവണത്. ഞാനെന്താ ചീത്താവാതെന്നറിയോ? അതെന്താ? അത് എന്നെ വളർത്തുന്നത് ഇഷിതാമയാ. അതിന്റെ വ്യത്യാസമാണ്. അമ്മ നാളെ വരുമോ വെച്ചാ? ഡാഡി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ചിപ്പിനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നാ ഉറങ്ങിയാലോ? ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിപ്പി മഹേഷിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. മാഷ് ഇങ്ങനെ ഓരോന്നൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുചിത്ര ചോദിക്കണ്ട്, അല്ല ഇളയച്ച, എന്തെങ്കിലും വിവരം അറിഞ്ഞോ? ഇല്ല മോളെ, ഒന്നും അറിഞ്ഞില്ല. ഇളയച്ച, നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? ആലോചിക്കാം എന്ന് പറയാണ്. അത് കേട്ടോണ്ട് പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, എന്ത് പോലീസിൽ പരാതി പറയണ കാര്യം നിങ്ങൾ ഈ പറയണത്? അതോ, അത് പ്രിയ വേറൊന്നുമല്ല. സുജിയുടെ ഓഫീസിലാ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് പൈസ കളഞ്ഞു പോയെന്ന്. അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് സുജി എന്നോട് ചോദിക്കുമായിരുന്നു. അതിപ്പോ പരാതി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ സുചിത്രേ. ആരെ എടുത്തെന്ന് മര്യാദക്ക് പറയാൻ പറ. അല്ലാതെ നീ പോലീസിൽ പരാതി കൊടുക്കുന്നു പറ. ഓട്ടോമാറ്റിക്കലി കള്ളനൊക്കെ തിരിച്ചു വന്നോളും. അതെ അതെ, അങ്ങനെ ചെയ്താൽ മതി സുജി എന്ന് പറയാണ്. അങ്ങനെ പ്രിയാമണി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് മാഷാങ്കി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ. ഹലോ ഹലോ മാഷി, എന്റെ പേര് വിവേക് എന്നാണ്. ഓർമ്മയുണ്ടോ? 2015 ബാച്ച് മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ, പറ മോനെ എന്ന് പറയാണ്. മാഷെ, ഇപ്പൊ മോനിപ്പോ എന്ത് ചെയ്യണു? ഞാനിപ്പോ MBBS കഴിഞ്ഞു മാഷെ. ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വിളിച്ചതേ മോളുടെ മാഷിന്റെ മോളെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഇന്നലെ. ഇന്നലെയോ? അതെ, ഞാനിവിടെ ഒരു വിവേകാനന്ദ പാറയില്ലേ, അവിടെ ഒരു ധ്യാനത്തിന് വന്നതാ കന്യാകുമാരിയില്. അവിടെ വെച്ചിട്ടാ കണ്ടത്. ആണോ? മോളെന്തിനും പറഞ്ഞോ? ഇല്ല, എന്നെ അറിയില്ലല്ലോ, ജസ്റ്റ് കണ്ടു അത്രേ ഉള്ളൂ എന്ന് പറയാണ്. ആണോ? ഒരു കാര്യം ചെയ്യ്, മോന് സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ എന്നെ കാണാനൊന്ന് വാ. ശരി മാഷെ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റുഡന്റ് ഫോൺ വെക്കുവാണ്. സുചിത്രയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ എന്റെ ഒരു സ്റ്റുഡന്റാ വിളിച്ചത്. ഇഷിതനെ കണ്ടുന്ന് കന്യാകുമാരിയിലെ ഒരു ധ്യാനത്തിനെ വെച്ചിട്ട്. കണ്ടില്ല? ഞാൻ പറഞ്ഞില്ലല്ലേ അച്ഛാ, ഇഷിതച്ചിക്ക് അങ്ങനെ ഒന്നും പോവാൻ പറ്റുമൊന്നും ഇല്ല. എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണതെന്ന് ചോദിക്കുകയാണ് പ്രിയാമണി. ഒന്നുമില്ലടോ, ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പുറത്താരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുവാട്ടോ. പ്രിയാമണി വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും അത് ഇഷിതയാണ്. പ്രിയാമണിക്ക് സന്തോഷമാണ്. മോളെ എന്ന് പറയുമ്പോ തന്നെ മാഷും സുചിത്ര എഴുന്നേക്കുവാണ്. മോള് ഇഷിത എന്ന് പറയാണ്.
പ്രിയാമണി ചോദിക്കണ്ടേ എന്താ മോള് നീ ഇത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോ ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട അമ്മ, പെട്ടെന്ന് വന്നൊരു മെഡിക്കൽ മീറ്റിംഗ് ആണ്, അതുകൊണ്ടാ പോകേണ്ടി വന്നത് എന്ന് പറയണല്ല. അച്ഛനും അതുപോലെ സുജിയും തന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്. അമ്മ മോൾക്ക് ചായ എടുക്കട്ടെ? വേണ്ട അമ്മേ, ഞാൻ 101 ചായ കുടിച്ചോളാം, ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചോളാം, പിന്നെ അത് മതി ഒരു പരാതിക്ക്, അതുകൊണ്ട് അവിടെ പോയിട്ട് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തോളാം അച്ഛാ അമ്മയെന്ന് പറയാണ്. ശേഷം ഇഷിത പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിട്ട് വരാം എന്ന് പറയണം. അല്ല, നീ വാർഷിക പൂജയുടെ കാര്യമൊക്കെ മറന്നോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അമ്മേ. ഞാൻ ഇന്നലെ പോണ വഴിക്ക് കന്യാകുമാരി പോരെ കയറിയായിരുന്നു, ആ വഴിക്കായിരുന്നു പോകേണ്ടിരുന്നത്. കന്യാകുമാരി കയറി ദേവിനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോ വാർഷിക പൂജയൊക്കെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. ശേഷം ഇഷിത പറയണേ ഒരു കാര്യം ചെയ്യാൻ 101 പോയിട്ട് മോക്ക് ഒന്ന് കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. മാഷിനോട് അച്ഛ എന്ന് പറഞ്ഞിട്ട് കണ്ണിങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇഷിതയുടെ തൊട്ടു പിന്നാലെ നമ്മുടെ മാഷും പുറത്തേക്ക് ഇറങ്ങാട്ടോ. പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും മാഷ് ചോദിക്കണ്ടേ, അല്ല മോളെ, നീ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള എന്തോ മീറ്റിങ്ങിന് പോയെന്ന് പറഞ്ഞു, കന്യാകുമാരിയിൽ എന്തായിരുന്നു, ധ്യാനത്തിനാണ് നീ പോയത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നത് ഇഷിത ആകെ ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിത മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടും ആദ്യ ഭാര്യനെ മനസ്സിൽ കൊണ്ട് നടക്കുക, അപ്പൊ എന്റെ സ്ഥാനം എന്താണ് എന്നൊക്കെയാണ് ഇഷിത ഇങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ ഇഷിത പഴയ പോലെ തന്നെ എല്ലായിടത്തും സംസാരിക്കുകയാണ്. ചെപ്പിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മഹേഷായിട്ട് ഒരുമിച്ച് ഇരിക്കുന്നുണ്ട്. മഹേഷ് അച്ഛനും അമ്മയടുത്ത് പറയുന്നുണ്ട്, ഇഷിത എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അത് പോകെ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയാണ്. തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയ യശുദ നമ്മുടെ രചനനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് തെറ്റി രചന, അവനുണ്ടല്ലോ ആദിത്യൻ, അവൻ എന്റെ മകനാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ അടുത്തേക്കിന് വരും, നീ നോക്കിക്കോ എന്ന് പറയുന്നിടത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്, പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.